ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ഇതിലേക്ക് വരുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏൽക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2018 ശേഷം. അപ്പം അന്ന് തുടർന്ന് പോന്നിരുന്ന കാര്യങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ കാലത്താണ്. ഒരു തരത്തിലുള്ള അഴിമതിയും ഒരു തരത്തിലുള്ള കമ്മീഷനും ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 1,60,000 ആക്കി ഇത് കുറക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അന്ന് തന്നെ UDFൻ്റെ ഭരണകാലത്ത് തന്നെ 1,60,000 ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ കൂട്ടിയിട്ട് അവിടെ തീരുമാനമെടുപ്പിച്ചത് UDFിലെ പറമ്പ് കച്ചവടക്കാരും ലീഗിൻ്റെ നേതാക്കന്മാരുമാണ്. അന്നോലെ സർക്കാരാണല്ലോ. 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ വെച്ചിട്ട് കമ്മീഷൻ കിട്ടിയാൽ എത്ര ഉറുപ്പ്യായി? അത് കിട്ടാൻ വേണ്ടി ഓല് ചെയ്ത കാര്യമാണ് അവർ ഓർക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ത് ചെയ്യുമ്പോഴും അതിൽ അവനവനെന്ത് കിട്ടും എന്നുള്ളത് നോക്കുന്ന ആളുകളാണല്ലോ അവർ. അതുകൊണ്ടാണല്ലോ PK ഫിറോസ് യൂത്ത് ലീഗിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എല്ലാ യൂത്ത് ലീഗുകാരോടും പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, ആൾക്കാരെ പറ്റിച്ചും കണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും തുടങ്ങണമെന്ന് ഞാൻ പറയാറുണ്ട് എന്ന് പറയാറില്ലേ? അതതുകൊണ്ടാണ്. അവരെല്ലാ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യൂ, അവർക്ക് അതേ അറിയൂ. അപ്പം ഇതാണ് മലയാളം സർവകലാശാല ഭൂമിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്.